This is part 3 of flavors we tried in Kolkod. So lunch skip ചെയ്തു ഞങ്ങൾ straight went to a stay that we booked through Airbnb. മംഗാവിലുള്ള സൈനപ്പ് ആയിരുന്നു നമ്മുടെ സ്റ്റേ. അവിടേക്ക് റൂമൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം. The stay was very calm and peaceful. ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നൈസ് പ്ലേസ് ആയിരുന്നു. റൂം ടൂർ ഒക്കെ ചെയ്ത് ഫ്രഷ് ആയി ഞങ്ങൾ സ്ട്രേറ്റ് പോയത് കോഴിക്കോട് ബീച്ചിലേക്ക് ഫോർ സം ചായ. ബീച്ച് സൈഡിലുള്ള ഒരു റാൻഡം കടയിൽ നിന്ന് ചായ കുടിച്ചു, പിന്നെ കുറെ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്തു. അതിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കൂന്തൽ നിർച്ചത് കഴിക്കുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഐ റിയലി ലൈക്ഡ് ഇറ്റ്. കോഴിക്കോട് വന്നിട്ട് എസ്എൻ സ്ട്രീറ്റ് കാണാതെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് കാർ ബീച്ചിൽ തന്നെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഒരു ഓട്ടോ എടുത്തു സ്ട്രേറ്റ് എസ്എൻ സ്ട്രീറ്റിലേക്ക് പോയി. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഷോപ്സ് ഒക്കെ കറങ്ങി ഇറങ്ങി സമയം കളഞ്ഞു. റിംഷാദും നൂറയും കുറെ വെറൈറ്റി കോഴിക്കോടൻ ഹൽവയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഡിന്നർ ടൈം. സോ വി വെന്റ് ടു 5 ഷാർപ്പ് റെസ്റ്റോറന്റ്. ഇവിടുത്തെ ഡിഷസിന്റെ നെയിമും പ്രസന്റേഷനും ഒക്കെ ഭയങ്കര യൂണീക്ക് ആയിട്ട് തോന്നി എനിക്ക്. വി ഓർഡർഡ് സീ ഫുഡ് പ്ലാറ്റർ, അപ്പം, നെയ്ച്ചോർ ആൻഡ് ബീഫ്. ഫുഡ് വാസ് ഓവറോൾ ഗുഡ് ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിഞ്ഞപ്പോൾ സംതിങ് സ്വീറ്റ് വേണമെന്ന് തോന്നി. കോഴിക്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്ത അന്ന് മുതൽ റിംഷാദ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, സ്പോട്ട് 6 സംഗീത് കൂൾബാർ. സത്യം പറഞ്ഞാൽ ഞാനിതൊരു നോർമൽ ഫലൂഡ ഷോപ്പായിട്ടാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ സംഭവം വേറെ ലെവലായിരുന്നു. ഐ വുഡ് ഈസിലി ഗീവ് ദിസ് പ്ലേസ് 10 on 10. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കട പോലെ തോന്നി, പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നതിന്റെ മീനിങ് കറക്റ്റായി മനസ്സിലായി. ഇത്രയും സ്പേഷ്യസ് ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ചു നേരം ബീച്ചിലിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. യൂഷ്വലി ഉമ്മയും വാപ്പയൊക്കെ ആയിട്ട് ബീച്ചിൽ വന്നാൽ ഒരേ എണ്ണ ദൂരെ എവിടെയെങ്കിലും നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഈ കിട്ടിയ അവസരം ഞാൻ നന്നായി മുതലെടുത്തു. ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി സ്റ്റേയിലേക്ക് തിരിച്ചുപോയി. ഇനി നെക്സ്റ്റ് ഡേ കോഴിക്കോട് വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.